സംവരണം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ദാരിദ്ര്യം പരിഹരിക്കാനുള്ള പരിപാടിയല്ല. ജാതി താഴ്ന്നതായി പോയി എന്നതിൻ്റെ ഒറ്റ കാരണത്താൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അടുപ്പിക്കപ്പെടാത്ത മനുഷ്യർ, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു എക്സ്ക്ലൂസീവ് പ്രോജക്റ്റാണ് സംവരണം. പൈസ ഇല്ലാത്തവരെയും കൂടി കൊണ്ടുവരാൻ കൊണ്ടൊന്നും അല്ല. അതാലോചിക്കണം. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുമ്പോൾ ജാതിയുടെ ഈ സങ്കീർണതയ്ക്കകത്ത് കിടന്ന് നരയിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ, നമുക്കറിയാം. അപ്പോൾ ആ പ്രശ്നത്തെ മറികടക്കാൻ നൂറ്റാണ്ടുകളായി പിന്നണിയിലായിപ്പോയ മനുഷ്യരെ കൊണ്ടുവരാൻ ഉണ്ടാക്കിയതാണ്. അതങ്ങനല്ല, പൈസ ഇല്ലാത്തവരും കൂടെ മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് വിളിക്കുന്ന ഒരു പരിഹാസ്യമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് CPM. അതിനോട് യോജിക്കാൻ സാമാന്യ ബുദ്ധി, ഭരണഘടനാ ബോധ്യമുള്ള ആളുകൾക്ക് പറ്റത്തില്ല. ദലിതരായ മനുഷ്യർക്ക് ഒട്ടുമേ പറ്റത്തില്ല. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ CPM പൊസിഷനോട് UDF നിലപാടെന്താണ്? ഞങ്ങൾ വന്നാൽ ദേവസ്വം ബോർഡിൽ മുന്നോക്ക സംവരണം നടപ്പിലാക്കില്ല, എടുത്തു കളയുമെന്ന് UDF എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംവരണം എന്ന് പറയുന്നത് ഇവിടുത്തെ മുന്നോക്കക്കാർക്ക് കൊടുക്കാനുള്ള സാധനമല്ല എന്ന് എപ്പോഴെങ്കിലും UDF വളരെ കർക്കശത്തോട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? UDF-നും ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വിഭാഗീയതയോട് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ UDF-ന് നിലപാടുണ്ടോ? ഇല്ലല്ലോ. ആകെ ഒരു സതീശൻ എന്തോ പാതിയിൽ അങ്ങനെ പറയുന്നുണ്ടെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് UDF-ന് നിലപാടില്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എന്താണ്, LDF-നേക്കാൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ മെച്ചം UDF, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് പോട്ടെ, ദലിതർക്ക് അവരുടെ അവകാശപ്പെട്ട ഭൂമി, ആദിവാസികൾക്ക് അവർക്ക് അവകാശപ്പെട്ട ഭൂമി നേടിക്കൊടുക്കുന്നതിൽ എന്താണ് മുത്തങ്ങ എന്ന് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നരിവേട്ട സിനിമ വന്നപ്പോൾ വീണ്ടും പുതിയ തലമുറയുടെ മെമ്മറിയിലേക്ക് അത് വരികയാണ്. അപ്പോൾ അടിസ്ഥാന വർഗ്ഗക്കാരായ മനുഷ്യർക്ക് അവരിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ട ഭൂമി, അതാണല്ലോ ആദിവാസികളുടെ ഭൂമി. എന്തുകൊണ്ടാണ് അത് തിരിച്ചു കൊടുക്കേണ്ടത്? അവരുടെ മാത്രം ബാധ്യതയല്ല എന്ന് പറയുന്നത്. അത് നമ്മുടെ പൊതുനീതി നടപ്പിലാക്കലിൻ്റെ ഭാഗമാണ്. അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കുക എന്നുള്ളത്, അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ്, പൊതു നീതിബോധത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നടപ്പിലാക്കാൻ എന്തുമാത്രം കമ്മിറ്റ്മെൻറ്റ് UDF-നുണ്ട്? അങ്ങനെ നോക്കിയാൽ ദലിതരായ മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങളോട് ഇവർ രണ്ടുപേരും കൂടിയല്ലേ ഇത്രയും കാലം മാറി മാറി ഭരിച്ചു. എന്നിട്ടും ഇപ്പോഴും ഭൂമിയില്ലാത്ത മനുഷ്യരവർ, ഇപ്പോഴും വീടില്ലാത്ത മനുഷ്യരവർ, ഇപ്പോഴും പൂർണ്ണമായ തോതിൽ ആക്സസ് ഇല്ലാത്ത മനുഷ്യരവർ അല്ലേ? അപ്പോൾ അവരുടെ ജീവിതത്തെ തിരികെ എല്ലാവർക്കുമുള്ള ഒരു പ്ലേയിങ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ എല്ലാവർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. UDF-ന് നല്ലതുപോലെ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് UDF അങ്ങനെ രാഷ്ട്രീയമായിട്ടൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി എം കപ്പിക്കാട് തിരഞ്ഞെടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തിരഞ്ഞെടുത്താൽ, അങ്ങനെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നില്ല, അത് മണ്ടത്തരമാവുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായി നിരന്തരമായ പോരാട്ടം അതിന് വേണ്ടി വരും. ശബരിമല വിഷയത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ പൊസിഷനും UDF-ൻ്റെ പൊസിഷനും വേറെ എങ്ങാണ്ടോ കിടക്കുന്നതാണ് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. കാരണം ഞങ്ങൾ വന്നാൽ ആചാര സംരക്ഷണത്തിന് ഞങ്ങൾ നിയമം കൊണ്ടുവരുമെന്ന് പറയുന്നു. അതേസമയം ഇപ്പുറത്തേക്ക് വന്നാലോ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് നിങ്ങൾ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. തന്ത്രപരമായിട്ട് അതിൽ നിന്ന് അവർ പിൻവാങ്ങിയല്ലോ. ഇപ്പോൾ അത് ആ നിയമത്തിൻ്റെ കാര്യം ആലോചിക്കുന്നില്ലെന്നാണ് അവർ ഫൈനലി അവരുടെ അപ്ഡേറ്റ്. അപ്പോൾ ഈ സണ്ണി എം കപ്പിക്കാട് പറയുന്ന പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കറിയാം. അത് വളരെ ക്ലാരിറ്റി ഉള്ള പൊളിറ്റിക്സാണ്. അതിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയാത്ത പലതരത്തിലുള്ള ബാലൻസിൽ കളിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും.